ഞാൻ ഡോക്ടർ നെസ്ലി ESIC ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അസിസ്റ്റന്റ് സർജൻ എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്ത കാര്യം എല്ലാ ഡോക്ടേഴ്സും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്, എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കണം, എക്സാം എങ്ങനെയായിരിക്കും, എത്ര കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, എത്ര സെക്കൻഡ്സ് ഉണ്ട് ഓരോ ക്വസ്റ്റ്യനും എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള എക്സാമിൻ്റെ ഒരു ചെറിയ ഇൻസൈറ്റ് തരാൻ വേണ്ടിയുള്ളൊരു ഗൈഡൻസ് ക്ലാസ് ആണിത്. ഓക്കെ, സോ ഇൻ ടു ദ വീഡിയോ. എക്സാം ഡേറ്റ് 1 ഡിസംബർ 2025 ആണ്. ഇത് കേരള PSCയുടെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. കാറ്റഗറി നമ്പർ 177/2025 സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാമിനേഷൻ ഡേറ്റ് 1 ഡിസംബർ 2025 മൺഡേ ആണ്. അഡ്മിഷൻ ടിക്കറ്റ്സ് നമുക്ക് നവംബർ 17 തൊട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഡേറ്റ് ഓഫ് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് October 11, 2025 ആണ്. ഓൺലൈൻ അല്ലെങ്കിൽ OMR എക്സാം എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി OMR എക്സാം ആയിരിക്കും. കാരണം 15,839 കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൺഫർമേഷൻ കൊടുത്തവർ പിന്നെ നമുക്ക് ആ ലിസ്റ്റ് കിട്ടത്തുള്ളൂ, പക്ഷേ അപ്ലൈ ചെയ്തവർ 15,839 സ്റ്റുഡൻസ് ഉണ്ട്. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആയിരിക്കും. സോ നിങ്ങൾ പഠിക്കുമ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ഒക്കെ ഒരു ഇംഗ്ലീഷ് അപ്രോച്ചിലോട്ട് പോവുക. മലയാളത്തിൽ നമ്മൾ പഠിച്ചാലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആകെ ഇത്ര സെക്കൻഡേ ഉള്ള ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ, അത് മലയാളത്തിൽ പ്രോസസ്സ് ചെയ്ത് അത് മലയാളത്തിൽ പഠിച്ച് റിവൈസ് ചെയ്ത് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇംഗ്ലീഷ് തന്നെ മീഡിയം ഓഫ് സ്റ്റഡി ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എക്സാമിനെ കുറിച്ച് പറയാം. 1 hour 30 minutes ആണ് എക്സാം. സോ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് ഹാർഡ്ലി 54 സെക്കൻഡ്സ് മാത്രമേ കിട്ടത്തുള്ളൂ. OMR എക്സാം ആവുമ്പോൾ നമ്മൾ വിചാരിക്കും ഓൺലൈൻ നമ്മുടെ ഒരു കൺസെപ്റ്റാണ് OMR ഓഫ്ലൈൻ എളുപ്പമാണ്. അല്ല, നമുക്ക് ഓഫ്ലൈൻ ആണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഓൺലൈനിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ അതങ്ങ് പൊക്കോളും. പക്ഷേ OMRലാവുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ബബിൾ ചെയ്ത് കറക്റ്റ് ആണോ, ഒരു ബബിൾ തെറ്റിപ്പോയാൽ താഴെയുള്ള എല്ലാ ബബിൾസും തെറ്റിപ്പോകും. സോ നമുക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഏരിയ ആണ് ഓഫ്ലൈൻ. നമ്മൾ എക്സാം ക്വസ്റ്റ്യൻ വായിക്കണം, ക്വസ്റ്റ്യൻ പ്രോസസ്സ് ചെയ്യണം, ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്യണം, പിന്നെ ബബിൾ ചെയ്യണം. സോ ബബിളിങ്ങിന് നമുക്ക് കുറച്ച് എക്സ്ട്രാ സെക്കൻഡ്സ് വേണ്ടി വരുന്നില്ലേ. സോ ഓഫ്ലൈൻ എക്സാംസ് നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചെടുക്കണം കേട്ടോ. അതെങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഡെയിലി ഏകദേശം ഒരു 3 hours മിനിമം, ഒരു 3 hours ഓഫ് സ്റ്റഡി എല്ലാവരും ചെയ്യണം. കാരണം കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 3 മണിക്കൂറേലും കോൺസെൻട്രേറ്റഡ് സ്റ്റഡി. നമ്മൾ 6 മണിക്കൂർ 8 മണിക്കൂർ 10 മണിക്കൂർ കോൺസെൻട്രേഷൻ ഇല്ലാതെ ടോപ്പിക് ഒന്നും അറിയാതെ പഠിച്ചിട്ടും കാര്യമില്ല. 3 മണിക്കൂർ നിങ്ങൾക്ക് കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞ് ആ കൃത്യമായിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്ത് പോയാൽ നമ്മൾ 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ പഠിക്കുന്നവരെക്കാളും സക്സസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനിയും 60 ഡേയ്സ് ബാക്കി കിടപ്പുണ്ട്. October 1 തുടങ്ങിയാൽ December 1 വരെ നമുക്ക് കറക്റ്റ് 60 ഡേയ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ ഒരു ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മൾ 60 ഡേയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ 2 റിവിഷൻസ് ചെയ്യണം. ഒരു മേജർ റീഡ് ചെയ്യണം, 2 റിവിഷൻസും ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ നോട്ട്സ് സിലബസിന്റെ കറക്റ്റ് ഓർഡറിലുള്ള നോട്ട്സ് ആണ്. ഇപ്പം മെഡിസിൻ നോട്ട്സ് എടുത്താൽ തന്നെ അറിയാം, പർച്ചേസ് ചെയ്തവർക്ക് അറിയാം. ആദ്യത്തെ ടോപ്പിക്ക് തന്നെ പൈറക്സി ഓഫ് അൺനോൺ ഒറിജിൻ ആണ്. അതിനെക്കുറിച്ചുള്ള എല്ലാം ഒറ്റ പേജിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻറ്റയർ മെഡിസിൻ ഒരു 300 അല്ലെങ്കിൽ 200 പേജസിനുള്ളിൽ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത്രയും പഠിച്ചാൽ മതി. ഇത് NEET-PG അല്ല, അത്രയും ഇൻഡെപ്ത് ആയിട്ട് പോകേണ്ട കാര്യമില്ല. എല്ലാം പോയിന്റ് വൈസ് കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും റെക്കറൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ അവിടെ സ്റ്റാറും VIMP ഒക്കെ എഴുതിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നോട്ട്സ് ഫസ്റ്റ് റീഡിന് വേണ്ടി. പിന്നെ റിവിഷൻ എങ്ങനെ ചെയ്യാം? റിവിഷൻ ചെയ്യാനായിട്ട് എല്ലാ നോട്ട്സിൻ്റെയും ലാസ്റ്റ് എല്ലാ ടോപ്പിക്കിനെയും കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോട്ട്സ് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുന്നു ഫസ്റ്റ് റീഡിൽ, സെക്കൻഡ് റിവിഷനിൽ ക്വസ്റ്റ്യൻ ബാങ്ക് മാത്രം ചെയ്യുന്നു, തേർഡ് റിവിഷനിൽ ഞാൻ PYQ എന്നിട്ട് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മാത്രം ചെയ്യുന്നു. സോ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് റിവിഷൻ സെക്കൻഡ് റിവിഷനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഏത് കോച്ചിങ് എടുക്കണം, ഏതൊക്കെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഈ ബാട്ടിയ ഉണ്ട്, മാരോ ഉണ്ട്, ഡാംസ് ഉണ്ട്, അത് പഠിച്ചാൽ മതിയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങൾക്ക് 60 ഡേയ്സ് കൊണ്ട് ഹോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് പഠിച്ചാൽ മതി. വേറൊരു ക്ലാസ് എടുക്കണം എന്ന് നിർബന്ധമില്ല. പിന്നെ
ഞാൻ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിങ്ങൾക്ക് നോട്ട്സിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ടോപ്പിക്സിന് മാത്രമാണ് ക്ലാസ്സസ് തരുന്നത്. അതുമല്ല, കുറേ ആൾക്കാർ ഈ ഫീൽഡുമായിട്ട് പഠിത്തവുമായിട്ട് ടച്ച് വിട്ട് പോയ കുറേ ഡോക്ടേഴ്സ് ഉണ്ടാവും. അവർ വർക്കിംഗ് ആകുമ്പോഴത്തേക്കും നമുക്ക് ടെക്സ്റ്റ് ബുക്സുമായിട്ടുള്ള ഒരു കണക്ഷൻ കുറച്ച് കുറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും വേണ്ടിയാണ് ഞാൻ ഫ്രീ യൂട്യൂബ് ക്ലാസ്സസ് സൺഡേസ് കണ്ടക്ട് ചെയ്യുന്നത്. പോയിന്റ് ബൈ ക്ലാസ്സസ് ആയിരിക്കും. ഒത്തിരി എക്സ്പ്ലനേഷൻസ് ഒന്നും കാണത്തില്ല. ആ എക്സാം അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പോയിന്റ് ബേസ്ഡ് ക്ലാസ്സസ് ആയിരിക്കും മെയിൻലി ഉണ്ടാവുക. ഓക്കെ, എല്ലാ സൺഡേയും 10 AM ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ എത്രയൊക്കെ നമ്മൾ ക്ലാസ്സസ് കണ്ടാലും എത്രയൊക്കെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്താലും നമ്മളൊരു സെൽഫ് എഫേർട്ട് എടുക്കണം. അതിനാണ് നിങ്ങൾക്ക് ഞാൻ ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 3 hours മിനിമം നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അത് നമ്മുടെ സെൽഫ് സ്റ്റഡിയാണ്. ക്ലാസ്സസ് ഒക്കെ എക്സ്ട്രാ സമയമുള്ളവരൊക്കെ ക്ലാസ്സസും കാണുക. ബാക്കിയുള്ളവർ, ഈ വർക്കിംഗ് ആയിട്ടുള്ളവരും മദേഴ്സ് ആയിട്ടൊക്കെ ഉള്ള ഡോക്ടേഴ്സിനൊക്കെ പാടായിരിക്കും ക്ലാസ്സസ് ഒക്കെ കണ്ട് പിന്നെ നോട്ട്സ് വായിച്ച് റിവൈസ് ചെയ്യാൻ. നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട്സ് എടുക്കുക. ഞാൻ ടൈം ടേബിൾ തരാം. ടൈം ടേബിൾ അനുസരിച്ചിട്ട് ആ നോട്ട്സ് ഡെയിലി കംപ്ലീറ്റ് ചെയ്യുക. ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യുക. ആ കംപ്ലീറ്റ് ചെയ്ത നോട്ട്സ് ടിക്കിട്ട് പോവുക. കംപ്ലീറ്റ് ചെയ്യാത്തത് ക്രോസ് ഇട്ട് പോവുക. നമുക്ക് ഒരു ഫ്രീ ഡേ വരുമ്പം ആ ക്രോസ് ഇട്ട ടോപ്പിക്സ് പോയി നോട്ട്സിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, ഇനി മോക്ക് ടെസ്റ്റ് ചോദിക്കുന്നുണ്ട്. ഞാൻ 2 മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. ഫ്രീ മോക്ക് ടെസ്റ്റുകളായിരിക്കും. സോ മോക്ക് ടെസ്റ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഒന്ന് 30 days കഴിഞ്ഞിട്ടും ഒന്ന് 52nd ഡേയിലുമാണ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡേറ്റ്സ് മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ വർക്കിംഗ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും എക്സാം സീരിയസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു 10 ദിവസം മുൻപേ ലീവ് പറയുക. ആ 10 ദിവസം നമ്മൾ ഇരുന്ന് പഠിച്ചേ പറ്റത്തുള്ളൂ. എല്ലാവരും ഈ എക്സാം വേണം എന്നുള്ളവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളും ഒരു 10 വർക്കിംഗ് ആയിട്ടുള്ള ഒരു 10 ഡേയ്സിന് മുന്നേ ലീവ് എടുക്കുക. ആ 10 ദിവസം ഇരുന്ന് നന്നായിട്ട് പഠിക്കുക. ഒരു 10 to 12 hours സ്റ്റഡി ചെയ്യുക. എന്നാലേ നമുക്ക് എക്സാമിൻ്റെ തലേന്ന് ഉറങ്ങി എഴുന്നേറ്റ് എക്സാമിന് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ വിചാരിക്കും കേരള PSC അല്ലേ വളരെ ഈസി ആയിരിക്കും, 2 ദിവസം കൊണ്ട് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് രാത്രി ഉറക്കം ഒളിച്ച് പഠിച്ചാൽ ഒന്നും സിലബസ് ചെയ്തിട്ടില്ല. 2 എക്സാം ഹാളിൽ ഇരുന്ന് ഉറങ്ങും. പിന്നെ രാവിലെയാണ് എക്സാം. മൺഡേ ആയതുകൊണ്ട് എല്ലാം ഗവൺമെൻറ് സ്കൂളിൽ വെച്ചായിരിക്കും. രാവിലെ ആയിരിക്കും എക്സാം. എക്സാം കഴിഞ്ഞിട്ട് വേണം കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങാൻ. അപ്പം മോർണിംഗ് ആയിരിക്കും എക്സാം. സോ നമ്മൾ തലേന്ന് പഠിക്കാനുള്ളൊരു ഇതിൽ ഇരിക്കേണ്ട. ജസ്റ്റ് ഒരു 5 days അല്ലെ 10 days ലീവ് എടുക്കുക. ആ ദിവസങ്ങളിൽ ഇരുന്ന് പഠിക്കുക. എക്സാമിൻ്റെ തലേന്ന് കിടന്ന് ഉറങ്ങുക. ഓക്കെ, ഇതാണ് 60 days ടൈം ടേബിൾ. ഞാൻ ജസ്റ്റ് വായിക്കാം. ഞാൻ എൻ്റെ ടെലിഗ്രാം ലിങ്ക് താഴെ കൊടുത്തേക്കാം. ആ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമേ തരുന്നുള്ളൂ. ഈ ഡേയ്സ് സ്പ്ലിറ്റഡ് ആക്കി, ടോപ്പിക്സ് സ്പ്ലിറ്റഡ് ആക്കിയുള്ള ടൈം ടേബിൾ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾ അത് നോക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂവേ തരുന്നുള്ളൂ. 1 to 10 days, October 1 തൊട്ട് October 10 വരെ ജനറൽ മെഡിസിൻ കവർ ചെയ്യുക. ഇതിൻ്റെ ഓരോ ഡിവിഷനും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. 11 to 16 days OBG കംപ്ലീറ്റ് ചെയ്യുക. 17 to 22 days സർജറി കംപ്ലീറ്റ് ചെയ്യുക. 23 to 27 കമ്മ്യൂണിറ്റി മെഡിസിൻ. 28 to 31 പീഡിയാട്രിക്സ്. 32 to 34 അനസ്തേഷ്യ ഫോറൻസിക് PMR. 35 to 37 ഓർത്തോപീഡിക്സ് ഓർത്തോപീഡിക്സ്. ദെൻ 38th ഡേയിൽ ENT. 39 ഒഫ്താൽ. 40 ഡെർമ സൈക്കാട്രി. ഇനി നമ്മുടെ ഫസ്റ്റ് റീഡ് 40 ദിവസം കൊണ്ട് ഫസ്റ്റ് റീഡ് കഴിഞ്ഞു. ഇനി ഡേ 40 ഡെർമയും സൈക്കാട്രിയും കൂടെ റിവൈസ് ചെയ്യുക. 41 to 44 മെഡിസിനും സർജറിയുടെ ഇമ്പോർട്ടൻറ്റ് ടേബിൾസ്, നിമോണിക്സ്, ക്വസ്റ്റ്യൻ ബാങ്ക് റിവൈസ് ചെയ്യുക. 45 to 47 OBGയുടെ മാനേജ്മെന്റ് മെയിനായിട്ടും റിവൈസ് ചെയ്യുക. മാനേജ്മെന്റ് ക്രൈറ്റീരിയ, പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് റിവൈസ് ചെയ്യുക. 48th ഡേയിൽ പീഡിയാട്രിക്സും ഓർത്തോപീഡിക്സും കൂടെ റിവൈസ് ചെയ്യുക. 49th ഡേയിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ എല്ലാ പ്രോഗ്രാംസും ഇതും ബയോസ്റ്റാറ്റ്സും കൂടെ നോക്കുക. 50th ഡേയിൽ മൈനർ സബ്ജക്റ്റ് മുഴുവൻ റിവൈസ് ചെയ്യുക. ഇനി 51 to 53 മെഡിസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ക്വിക്ക് റിവ്യൂ. 54 to 55 OBG ക്വിക്ക് റിവ്യൂ ക്വസ്റ്റ്യൻ ബാങ്ക്. നോട്ട്സിൻ്റെ ബാക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് റിവിഷൻ ആണ് പറയുന്നത്. 56th ഡേയിൽ സർജറി പീഡിയാട്രിക്സ് ഒള്ളി ക്വസ്റ്റ്യൻ ബാങ്ക്. 57th ഡേയിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ ഒള്ളി ക്വസ്റ്റ്യൻ ബാങ്ക്. 58th ഡേയിൽ മൈനർ സബ്ജക്ട്സ് ഒള്ളി ക്വസ്റ്റ്യൻ ബാങ്ക്. ഓക്കെ, 59th ഡേയിൽ ഒരു മോക്ക് ടെസ്റ്റ് തരാം. പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ തരും. കാരണം ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട. കാരണം അത് നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാക്കും. നിങ്ങൾക്ക് തന്നെ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ ഫൈനൽ റിവിഷന് മുൻപുള്ളൊരു ഡേയിലില്ലേ, 50 കഴിഞ്ഞിട്ട് ആ ഡേയിലൊരു മോക്ക് ടെസ്റ്റ് തരാം കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ആവും. മുന്നോട്ട് പഠിക്കണം എന്നുള്ളൊരു ചിന്തയും വരും. സോ 60th ഡേയിൽ
ഗ്രാൻഡ് റിവിഷൻ. അത് ഞാനും കൂടെ നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു സൂം ലൈവ് ഗ്രാൻഡ് റിവിഷൻ നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് ഇതാണ് ടൈം ടേബിൾ. സോ ഇനി ഒരു ചെറിയൊരു മോട്ടിവേഷണൽ വീഡിയോ കാണാം. നമുക്കും അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ കിട്ടണം, ഒരു സർക്കാർ ആശുപത്രിയുടെ ഒരു ചെയറിലിരിക്കാൻ കഴിയണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ മോട്ടിവേഷണൽ വീഡിയോ. ഞാൻ എന്ന് പറയുന്നത് MBBS കഴിഞ്ഞിട്ട് മെയിൻലി ജോലിക്ക് വേണ്ടി ശ്രമിച്ച ഒരാളാണ്. അതിൽ തന്നെ ആദ്യത്തെ 2 എക്സാംസ് ഞാൻ ക്വാളിഫൈ പോലും ചെയ്തില്ല, ഫെയിലിയേഴ്സ് ആയിരുന്നു. പക്ഷേ ആ ഫെയിലിയേഴ്സ് എന്നെ 100 ways ഓഫ് സക്സസ് പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ ടൈം ടേബിൾ ഇട്ടു, പഠിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ മോന് വെറും 40 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പം. അവിടുന്ന് ഞാൻ 100 ways ഓഫ് സക്സസ് കണ്ടുപിടിച്ചു. പിന്നീട് എഴുതിയ എല്ലാ എക്സാംസും UPSC 23, 24, ESIC, IMO, കേരള PSCയുടെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ്, ഇത്രയും എക്സാംസും ക്വാളിഫൈ ചെയ്യുകയും അതിൽ തന്നെ ഏറ്റവും നല്ല റാങ്കിൽ വന്ന 2-3 എക്സാംസും ഉണ്ട്. വിത്തിൻ 300 വന്ന 2 എക്സാംസ് ഉണ്ട്. സോ അങ്ങനെ പഠിച്ചു വന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ചെറിയ മോട്ടിവേഷണൽ വീഡിയോ കാണാം. ഗതിയുടെ പോലെ നിന്റെ കൈകൾ പാറട്ടെ, നിന്റെ കഴിവിനാലെതിരാളി തളരട്ടെ. ഹരഹരമിത് തുടരും ഈ വേളയിൽ, പ്രഹരണമിത് നിലച്ചിടും ചോരയിൽ. ഗതിയുടെ പോലെ നിന്റെ കൈകൾ പാറട്ടെ, നിന്റെ കഴിവിനാലെതിരാളി തളരട്ടെ. ഹരഹരമിത് തുടരും ഈ വേളയിൽ, പ്രഹരണമിത് നിലച്ചിടും ചോരയിൽ. നേരം വേഗം ചേരും നിന്റെ കാവലെന്നും നീയെ പോലും നേരം വാളിൽ വീഴും ചോര ചെല്ലും നിന്റെ വീര്യം. കഥനകഥകൾ നടക്കഥകൾ വെറും. സോ പഠിച്ചു തുടങ്ങുക. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നോട്ട്സിൻ്റെ എല്ലാ ലിങ്കും അതിനകത്ത് ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നോട്ട്സ് കംപ്ലീറ്റഡ് ആണ്. 2 weeks കൊണ്ട്. ഇനിയും OBG, ഫോറൻസിക്കും ENT കൂടെ റിമൈൻഡ് ചെയ്യുന്നു, ഓർത്തോപീഡിക്സും കൂടെ റിമൈൻഡ് ചെയ്യുന്നുള്ളൂ. അത് 2 weeks കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. സോ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. യൂട്യൂബിലെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നോട്ട്സ് നിങ്ങൾക്ക് തനിയെ പഠിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് കാണുകയോ അത് എടുത്തു വെക്കുകയോ, നിങ്ങൾക്ക് ഡ്യൂട്ടി ടൈമിലൊക്കെ അത് നിങ്ങളുടെ ഫോണിലൂടെ പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പ്രിൻ്റബിൾ അല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഫോണിലൂടെ പഠിക്കാൻ പറ്റും. അത് നിങ്ങൾ എല്ലാ PVQ ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത് എന്തെടുക്കുമെന്ന് അറിയാമോ? ഓരോ നോട്ട്സിൻ്റെ താഴെ PVQ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കോളം കാണും. ആദ്യം PVQ ഹൈലൈറ്റ് വായിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ടോപ്പിക് എന്താണെന്ന് മനസ്സിലാവും, ഈ ടോപ്പിക്കിൽ എന്തൊക്കെ പഠിക്കണം എന്ന് മനസ്സിലാവും. അപ്പം അതിന് പിന്നെ നിങ്ങൾ മേളിൽ ആ ടേബിളിലുള്ള നോട്ട്സ് വായിക്കുക. എല്ലാം ഒറ്റ പേജ് നോട്ട്സേ കാണത്തുള്ളൂ. മെയിൻലിയും എല്ലാ ടോപ്പിക്സും ഞാൻ അങ്ങനെയാണ് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യം PVQ ഹൈലൈറ്റ് വായിച്ചിട്ട് മേളിലത്തെ നോട്ട്സ് വായിക്കുക. പിന്നെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ക്വസ്റ്റ്യൻ ബാങ്കിലോട്ട് പോകാൻ. കാരണം ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ച് അപ്പം തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, നിങ്ങൾ ഓവർ കോൺഫിഡൻ്റ് ആയി പോകാം. എനിക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഇപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പഠിക്കേണ്ട എന്നുള്ള ചിന്തയായി പോകും. ആ നോട്ട്സ് ഫുള്ള് കവർ ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ ബാങ്ക് എടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് എന്തുമാത്രം അറിയാം, നമ്മൾ എന്തുമാത്രം മറന്നുപോയി എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. സോ ഹാവ് എ ഹാപ്പി ലേണിംഗ് ഫ്യൂച്ചർ മെഡിക്കൽ ഓഫീസേഴ്സ്. നമുക്ക് ഇതുപോലെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ റിസീവ് ചെയ്യുന്ന ഒരു വീഡിയോയും നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു വീഡിയോയും ഒക്കെ മറ്റുള്ളവരെ കാണിക്കാൻ, ഇനി ഫ്യൂച്ചർ നമ്മുടെ മെഡിക്കൽ ഓഫീസേഴ്സിനെ കാണിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.